ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് ഒരു ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ നമ്മൾ എന്താ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഇങ്ങനെ ആലോചിച്ച് കൺഫ്യൂഷൻ അടിച്ച് നിൽക്കാറുണ്ടല്ലേ. ഞാനും അങ്ങനെ നിൽക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണി റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. ഈ കാണുന്ന മസാലകളൊക്കെ നമുക്ക് ചെറുതായിട്ട് ചൂടാക്കി നമുക്ക് നന്നായിട്ട് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ മസാലകളൊക്കെയാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഓർത്ത് വെച്ചോളൂ, ഇതൊക്കെയാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഈ കാണുന്ന ചെറുള്ളി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഇതും നന്നായിട്ട് അരച്ചെടുക്കുക, നല്ല പേസ്റ്റാക്കി എടുക്കുക കേട്ടോ. ഇനി നമുക്കൊരു പാൻ എടുത്തിട്ട് അതിലേക്ക് അത്യാവശ്യം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയോ ഓയിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. നമുക്കിതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഓയിലിട്ടിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ അളവ് നിങ്ങൾ എത്രയാണോ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് അതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കാൻ പോകുന്നത്. അതിനനുസരിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ചമണം പോകുന്ന വരെ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അതും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി അത് രണ്ടും കൂടെ യോജിച്ച് വരുന്ന രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയൊക്കെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി, ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. മുളക് പൊടി അധികം ഇടണമെന്നില്ല, ഓൾറെഡി നമ്മൾ കുരുമുളകൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ മസാലയിൽ, അപ്പോൾ അത്യാവശ്യം എരിവുണ്ടാവും. ഇനി നമുക്ക് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഞാൻ നന്നായി കഴുകിയിട്ട് മാറ്റി വെച്ചതാണ് കേട്ടോ, അത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 2 ഗ്ലാസ് അരി എടുക്കുന്നത് കൊണ്ട് അധികം ചിക്കൻ എടുത്തിട്ടില്ല, കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ. ഇനി അത് ഈ മസാലയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കുക കേട്ടോ. നമുക്ക് ഈ ബിരിയാണി വേണമെങ്കിൽ കുക്കറിൽ ഉണ്ടാക്കാം കേട്ടോ. കുക്കറിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചിക്കനിലേക്ക് ഞാൻ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പിട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ, പാകത്തിന് നോക്കിയിട്ട്. ഇനി നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അത് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് നമ്മൾ അടച്ച് വെച്ച് വേവിക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. ഇനി നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ നമ്മൾ അരിയും ചിക്കനും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് അടച്ച് വിസിലടിപ്പിക്കാവുന്നതാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ ഞാൻ പാനിൽ ഉണ്ടാക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇപ്പം ഞാൻ പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഇറങ്ങി വരുന്നതുകൊണ്ട് നമ്മൾ പ്രത്യേകം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. ഇപ്പോൾ അതൊന്ന് ഹാഫ് ബോയിലായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ അരിഞ്ഞിടാം കേട്ടോ. എന്നിട്ട് നമുക്കതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ ഞാനിവിടെ 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഞാനൊരു 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് നേരത്തെ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വേണം നമുക്ക് അരി ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം, ഉപ്പുണ്ടോ ഉപ്പ് കുറവുണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമുക്ക് അരി ഇട്ട് കൊടുക്കാം. അരി ഞാൻ നേരത്തെ 2 ഗ്ലാസ് അരി എടുത്ത് കഴുകി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ട് നമുക്കൊന്ന് ഒരു 20 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ഓൾറെഡി നമ്മൾ ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. ഇനി അരിയും കൂടെ ഒരുമിച്ചിട്ട് വെന്ത് വന്നാൽ മതി. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം കേട്ടോ. ഒരു കുക്കറിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും, ഇതിലാണെങ്കിലും പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ഇൻഗ്രീഡിയൻസ് ഒക്കെ കുറവായിട്ട് ഇതുപോലുള്ള ഒരു ബിരിയാണി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ അടുത്ത് ഫീഡ്ബാക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അയയ്ക്കാം. അപ്പോൾ നമ്മൾ 20 മിനിറ്റിന് ശേഷം നമ്മളതൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അരിയൊക്കെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ബിരിയാണിയായി, നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവത്തിലാട്ടോ ഉണ്ടാവുക, കുറച്ചൊന്ന് വെന്ത് നല്ല കുഴഞ്ഞ് ആണ് ഇരിക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ.